ലൂക്ക 3-ാം അധ്യായം 1 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. സ്നാപകന്റെ പ്രഭാഷണം. തിബേരിയൂസ് സീസന്റെ 15-ാം ഭരണവർഷം പൊന്തിയോസ് പിലാത്തോസ് യൂദായുടെ ദേശാധിപതിയും ഹെറോദോസ് ഗലീലയുടെയും അവന്റെ സഹോദരൻ ഫിലിപ്പോസ് ഇത്തൂറിയ തെക്രോണീത്തേസ് പ്രദേശത്തിന്റെയും ലിസാനിയേസ് അബിലേയുടെയും ഭരണാധിപന്മാരും അന്നാസും കയാഫാസും പ്രധാന പുരോഹിതന്മാരുമായിരിക്കെ സക്കറിയയുടെ പുത്രനായ യോഹന്നാൻ മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപ പ്രദേശത്തിലേക്ക് വന്നു. യശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മരുഭൂമിയിൽ വിളിച്ച് പറയുന്നവന്റെ ശബ്ദം കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നേരെയാക്കുവിൻ, താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പുരുത്തവ മൃദുവാക്കപ്പെടും, സകല മനുഷ്യരും ദൈവത്തിന്റെ രക്ഷ കാണുകയും ചെയ്യും. ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ തന്റെ അടുത്തേക്ക് വന്നിരുന്ന ജനതകളോട് അവൻ ചോദിച്ചു, ഓണന്റെ സന്തതികളെ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ആരാണ്? മാനസാന്തരത്തിന് വേണ്ടി യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. നിങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമത്തിന് സന്തതികളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. നല്ലവരെ നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ജനക്കൂട്ടം അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, രണ്ടുടുപ്പുള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവൻ അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരൻ സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേദനം കൊണ്ട് തൃപ്തിപ്പെടണം. പ്രതീക്ഷയോട് ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം ചെയ്യുന്നു, എന്നാൽ എന്നെക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ കെട്ട് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അരപ്പുറയിൽ ശേഖരിക്കുകയും പതിര് കൊടുക്കാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ മറ്റ് പല ഉദ്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു. യോഹന്നാൻ കാരാഗ്രഹത്തിൽ. യോഹന്നാൻ ഹെറോദോസ് രാജാവിനെ അവന്റെ സമുദ്ര ഭാര്യയായ ഹെറോദ്യ നിമിത്തവും അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെയും പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു. തത്ഫലമായി ഹെറോദോസ് യോഹന്നാനെ കാരാഗ്രഹത്തിൽ അടച്ചു. അങ്ങനെ തന്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിച്ചു. യേശുവിന്റെ ജനം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു വന്ന് സ്നാനം ഏറ്റു. അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എന്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിന്റെ വംശാവലി. പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അവൻ ജോസഫിന്റെ മകനെന്ന് കരുതപ്പെട്ടിരുന്നു. ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു. ഹേലി മത്താത്തിന്റെയും, മത്താത്ത് ലേവിയുടെയും, ലേവി മെൽക്കിയായുടെയും, മെൽക്കിയാനിയോയുടെയും, യാനി ജോസഫിന്റെയും പുത്രൻ. ജോസഫ് മത്താത്തിയുടെയും, മത്താത്തിയ ആമോസിന്റെ, ആമോസ് നാവൂമിക്കിന്റെയും, നാവൂം ഹെസിലിയുടെയും, ഹെസിലി നഗാഗിയുടെയും പുത്രൻ. നഗാഗി മാത്തിന്റെയും, മത്താത്തിയയുടെയും, മത്താത്തിയ സെമിയിന്റെയും, സെമിയൻ യോസേക്കിന്റെയും, യോസേക്ക് യോദയുടെയും പുത്രൻ. യോദ യോഹന്നാന്റെയും, യോഹന്നാൻ റൈസയുടെയും, റൈസ സെറുബാബേലിന്റെയും, സെറുബാബേൽ സലാത്യാലിന്റെയും, സലാത്യാൽ നേരിയായുടെയും പുത്രൻ. നേരി മെൽക്കിയായുടെയും, മെൽക്കി അദീദിയുടെയും, അദീദി കോസാമിന്റെയും, കോസാം എൽദാമിന്റെയും, എൽദാം ഏറിന്റെയും പുത്രൻ. ഏർ ജോഷയുടെയും, ജോഷ എലിസറിന്റെയും, എലിസേർ യോറീമിന്റെയും, യോറീം മത്താത്തറിന്റെയും, മത്താത്തർ ലേവിയുടെയും പുത്രൻ. ലേവി ഷിമയോന്റെയും, ഷിമയോൻ യൂദയുടെയും, യൂദ ജോസഫിന്റെയും, ജോസഫ് യോനാമിന്റെയും, യോനാം എലിയാക്കിമിന്റെയും പുത്രൻ. എലിയാക്കിം മെല്ലയായുടെയും, മെല്ലയ മെന്നായുടെയും, മെന്ന മത്താത്തിയയുടെയും, മത്താത്ത നാഥന്റെയും, നാഥൻ ദാവീദിന്റെയും പുത്രൻ. ദാവീദ് ജസ്സയുടെയും, ജസ്സ ഒദോബിന്റെയും, ഒബോദ് ബോവാസിന്റെയും, ബോവാസ് സാലായുടെയും, സാല നഹേഷിന്റെയും പുത്രൻ. നഹേഷോൻ അബിനാബദിന്റെയും, അമിനാബദിന്റെയും, ആദ്മിയുടെയും, ആദ്മി ഹെസ്രോവിന്റെയും, ഹെസ്രോൻ പേസറിന്റെയും, പേസർ യൂദയുടെയും പുത്രൻ. യൂദ യാക്കോബിന്റെയും, യാക്കോബ് ഇസഹാക്കിന്റെയും, ഇസഹാക്ക് അബ്രഹാമത്തിന്റെയും, അബ്രഹാം തേരായുടെയും, തേര നഹോറിന്റെയും പുത്രൻ. നാഹോർ സെറൂഹിന്റെയും, സെറൂഹ് നറൂവിന്റെയും, റവുവിന്റെയും, റവു രെഗേലിന്റെയും, പെലെഗ് ഏബറിന്റെയും, ഏബർ ഷേലായുടെയും പുത്രൻ. ഷേല കെനായിന്റെയും, കൈനാൻ അർഫക്സാദിന്റെയും, അർഫക്സാദ് ഷെമിന്റെയും, ഷെം നോഹയുടെയും, നോഹ ലാമേക്കിന്റെയും പുത്രൻ. ലാമക് മെത്തൂസേഹിലിന്റെയും, മെത്തൂസേഹിൽ ഹെനോക്കിന്റെയും, ഹെനോക്ക് യാരാദിന്റെയും, യാരദ് മഹലലേലിന്റെയും, മഹലേൽ കൈനാനിന്റെയും പുത്രൻ. കൈനാൻ എയ്നോസിന്റെയും, എയ്നോസ് സേറ്റിന്റെയും, സേറ്റ് ആദാമിന്റെയും പുത്രനായിരിക്കുന്നു. ആദാം ദൈവത്തിന്റേതുമായിരുന്നു. ദൈവജമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്ത്യാനി ക്രിസ്തു